വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ പാർട്ട് 2 ആണ് ഓണം സീരീസിൻ്റെ. പാർട്ട് 1 ഞാനൊരു ജ്വല്ലറി ഹോൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ. ഇപ്പോൾ ഇതിൽ ഞാനൊരു 5-6 പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി ലോ ബഡ്ജറ്റ് ആയിട്ട് വരുന്ന കുറച്ച് മീഷോന്ന് വാങ്ങിയിട്ടുള്ള അടിപൊളി ജ്വല്ലറീസ് ആണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തരുന്നത് എൻ്റെ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഒരു നല്ലൊരു നെക്ക് പീസാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു നെക്ക് പീസ് വിത്ത് ഇയറിങ്സ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഹാരം പോലെയൊക്കെ ഇടാനും പറ്റും. നല്ല പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺ ചേർന്നിട്ടുള്ളതാട്ടോ. നമ്മൾ ഇതുപോലത്തെ ഹാഫ് സാരി, പ്രത്യേകിച്ച് ഈ ഒരു കളർ കോമ്പിനേഷൻ, അതല്ല ഇപ്പം ഗ്രീനോ ഏതായാലും അതിനോട് ഭയങ്കരമായിട്ട് ചേർന്ന് പോകുന്ന ഒരു അടിപൊളി ജ്വല്ലറി ആട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 390 രൂപയാണ്. ഇതൊക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്കായി പോകും. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ താഴെ കണ്ടോ, കുറച്ച് തുഞ്ചലും ഇങ്ങനെ ഒരു വൈറ്റ് കളർ, ഇതും വൈറ്റ് ഗോൾഡ് അതുപോലെ തന്നെ ഗ്രീൻ പിങ്ക് കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അടിപൊളി സാധനമാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ ഒരു നല്ലൊരു ഇയറിംഗ് കൂടി ഉണ്ട്. മാല കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ഇയറിങ്സ് നല്ല സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചുട്ടി എന്ന് പറയില്ലേ, ആ ചുട്ടിയുടെ താഴത്തെ പോർഷൻ തന്നെയാണ് അതിൻ്റെ ഇയറിങ്സ് ആയിട്ട് വരുന്നത്. നല്ല ഒരു ടെമ്പിൾ ജ്വല്ലറി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഐറ്റമിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി പീസാണ് ഇത്. ഒരുപാട് റേറ്റിംഗ് ഉണ്ട്, ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അടിപൊളി പ്രോഡക്റ്റ് ആണ്, നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുള്ള പ്രോഡക്റ്റിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതൊക്കെ ഒരു ചോക്കർ ടൈപ്പാണ് ഞാൻ കൂടുതലും കാണിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു നെക്ലസ് ടൈപ്പാണ് ഞാൻ കൂടുതലും കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് അങ്ങനത്തെ ഒന്നുമല്ല. കണ്ടോ, ഈ ഒരു ടൈപ്പ് മാല കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് ആക്ച്വലി നല്ലൊരു ഗോൾഡ് ചെയിനാണ്. ഇതിനകത്ത് ടെമ്പിൾ ദേവിയുടെയൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് 2 ആനയും കാര്യമൊക്കെ ഉണ്ട്. നല്ല ഒരു ഭംഗിയുള്ള പീസാട്ടോ, ഒരു നല്ലൊരു പീസാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് യെസ് ജസ്റ്റ് 280 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്, മാത്രമല്ല നല്ല ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു മാല കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ എനിക്കൊന്ന് ഒരു 1-2 കളക്ഷൻസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അധികം ഇങ്ങനത്തെ ടൈപ്പൊന്നും ഇടാത്തതാണ്, ഇങ്ങനത്തെ ടൈപ്പൊന്നും ഞാൻ അധികം ഇട്ടിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ട്രെൻഡിങ് ആണ്. പണ്ട് ട്രെൻഡിങ് ആയിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് ചെക്ക് ചെയ്യാം. ഇതിനോട് ഇയറിങ്സ് ഇല്ല കേട്ടോ. ഇത് ജസ്റ്റ് 280 രൂപയാണ്. എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ഒരു ബോക്സിലൊക്കെ ഇട്ടാട്ടോ തന്നേക്കുന്നത്. ഇതും ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു നെക്ക് പീസാണ്, ഒരു ഗോൾഡ് ചെയിനാണിത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇയറിങ്സും വരുന്നുണ്ട് കേട്ടോ. മറ്റതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാം. കാരണം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. താമരയിലിരിക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ തന്നെ താഴേക്ക് നല്ല ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇയറിങ്സ് കേട്ടോ, ഇതിൻ്റെ ഇയറിങ്സും അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 370 രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. സെയിം ആ മാലയ്ക്ക് ചേർന്ന അതേ ഡിസൈൻ വരുന്ന ഒരു കമ്മലാണ്. അത്യാവശ്യം എനിക്ക് നല്ല വെയിറ്റും ഉണ്ട്, ക്വാളിറ്റിയും ഉണ്ട്. യെസ്, അടിപൊളി. വാവ്, നൈസ് കമ്മൽ. എനിക്ക് കുറച്ച് ജിമുക്ക കമ്മലിൻ്റെ കുറച്ച് പ്രാന്തി കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി കമ്മലാണേ. എനിക്കൊന്ന് പട്ടുപാവാടയുടെ കൂടെയൊക്കെ ഇത് അടിപൊളിയായിരിക്കും. പട്ടുപാവാട അല്ലെങ്കിൽ ജസ്റ്റ് പാവാട ഉടുപ്പോ അങ്ങനെയൊക്കെ ഇട്ട് വെയർ ചെയ്ത് പോകുമ്പോൾ എനിക്കൊന്ന് ഈ മാലയും ഈ കമ്മലും അടിപൊളിയായിരിക്കും. നിങ്ങൾ ഇതൊക്കെ എന്തായാലും ജസ്റ്റ് വാങ്ങുമ്പോൾ റിവ്യൂ ഒന്ന് നോക്കുക. ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളതാട്ടോ. മാത്രമല്ല അഫോർഡബിളും ആണ്, എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരുപാട് പൈസയൊന്നും വെറുതെ ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലവാക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മീഷോ ചൂസ് ചെയ്യാം. കാര്യം മീഷോയിൽ ഇത്രയും പ്രോഡക്റ്റ് എങ്ങനെയാണ് അവർ അത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് അവർക്ക് ഇത്രയും വില കുറച്ച് സെല് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഗോൾഡ് പ്ലേറ്റഡിൽ മാത്രമല്ല, അല്ലാതെ ഇതൊന്നും ഗോൾഡ് പ്ലേറ്റഡ് അല്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്.
ഇത് കണ്ട ഒരു മഞ്ഞിച്ച ലുക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് കണ്ണ് പൂട്ടി വാങ്ങാൻ പറ്റും. അടുത്തതും എനിക്ക് തോന്നുന്നു ഞാൻ സെയിം സെല്ലറിൻ്റെ തന്നെയാണ് വാങ്ങിയത്. കാര്യം സെയിം ബോക്സ് തന്നെ കേട്ടോ. അടുത്തത് ആക്ച്വലി ഇതാണോ ഞാൻ വാങ്ങിയത്? ഒരു പ്രശ്നം പറ്റി ഗൈസ്. ഈ കമ്മലല്ല ഞാൻ വാങ്ങിയത്, അല്ല ഈ മാല തന്നെ വാങ്ങിയത്. ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ സ്ക്രീനിൽ കാണിച്ചിടാം ഞാൻ ഓർഡർ ചെയ്ത് ഏതാണെന്ന്. ആക്ച്വലി ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന സെയിം അല്ല നമുക്ക് വരുന്നത് കേട്ടോ. അതായത് പിക്ചറിൽ ശരിക്കും പറഞ്ഞാൽ ആ പിക്ചറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു താഴത്തെ ആ ഒരു പൂ പോലത്തെ പോർഷൻ്റെ മേളിൽ മറ്റേ നമ്മുടെ മുരുകൻ്റെ വേലിൻ്റെ ആ ഒരു സിമ്പലാണ് വരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ആ ഒരു ഡിസൈനുമായിട്ട് ചെറിയ സാമ്യം മാത്രമേ ഉള്ളൂ ഇതിന്. ഞാൻ ഓർഡർ ചെയ്ത സാധനം അല്ല വന്ന, പക്ഷേ സ്റ്റിൽ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മറ്റതിൻ്റെ അത്രയും എനിക്കൊന്ന് ഇടുമ്പോൾ കൊള്ളാമോ എന്ന് അറിയില്ല. നോക്കട്ടെ, ഇട്ടിട്ട് കാണിച്ചു തരാം ഞാൻ. ഇങ്ങനെയാണ് വന്നത്. ഇതിൻ്റെ കൂടെ ഇയറിങ്സും ഉണ്ട്. ഇയറിങ്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ മേളിൽ വരുന്ന ആ ഒരു വേല് പോലത്തെ ആ ഒരു ഭാഗം കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് അതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷെ വന്നപ്പോൾ ഡിസൈൻ വ്യത്യാസം ഉണ്ട്. കാര്യം ഇതുണ്ടാവും, മുകളിലും ഒരു പൂവ്, താഴെ ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ആക്ച്വലി ഇത് എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഉള്ളത് നമുക്ക് പറയണമല്ലോ, എല്ലാം കൊള്ളാമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അൺബോക്സ് ചെയ്യുന്നത്. അതാണ് ഞാൻ ചെറുതായിട്ട് ഞെട്ടിയത് കേട്ടോ. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, ഒരു ഓക്കെ പ്രോഡക്റ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇത് ഭയങ്കരമായിട്ട് റെഫർ ചെയ്യുന്നില്ല. ബട്ട് ഇതിൻ്റെ റേറ്റ് 300 രൂപ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 300 രൂപയാണ്. ഇത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് റെഫർ ചെയ്യുന്നില്ല. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു പാലക്ക മാലയാണ്. നോർമൽ ഒരു പാലക്ക മാല. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൊതുവേ പാലക്ക മാലകളോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒത്തിരി പാലക്ക ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ടച്ച് വരുന്ന ഒരു 2-3 മാല ഞാൻ കാണിച്ചായിരുന്നു. അതെല്ലാം അത്യാവശ്യം നല്ലതാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കട്ടോ. നിങ്ങൾക്ക് എന്തായാലും അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാൻ തോന്നും. കാര്യം അടിപൊളി പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാലക്ക ടൈപ്പ് അടിപൊളിയായിരുന്നു. അത് ഇട്ടിട്ട് തന്നെയും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പാലക്ക മാലയാണ്. അതായത് നോർമൽ പാലക്ക മാല, പ്രത്യേകിച്ച് ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു പഴമ മാത്രം ഫീൽ ചെയ്യുന്ന ഒരു പാവം പാലക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു നോർമൽ പാലക്ക മാലയില്ലേ, ആ സെയിം സാധനമാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. ഓണത്തിനെന്ന് മാത്രമല്ല, നമുക്ക് എവിടെയെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ ഇടാം. വെറുതെ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു നല്ല ഒരു പീസാണ്. ഭയങ്കര സിമ്പിളായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങാം. ഇതിൻ്റെ റേറ്റ് നല്ല കുറവാട്ടോ, 170 രൂപയേ ഉള്ളൂ. ഭയങ്കര കുറവാണ്. എനിക്ക് ഇതങ്ങനെ പെട്ടെന്ന് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ കളറും പോകത്തില്ല. ഇത് ആക്ച്വലി റിട്ടേൺ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമുക്ക് സിമ്പിളായിട്ട് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി മാല കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുട്ടി ക്യൂട്ട് കമ്മലും ഉണ്ട്. അതും ഇതേ സെയിം ഡിസൈൻ വരുന്ന, പാലക്കയുടെ ഡിസൈൻ വരുന്ന കമ്മലാണ്. ആക്ച്വലി ഭയങ്കര സിമ്പിളായിട്ട് നോക്കുന്നവർക്ക് ഇതെന്തായാലും വാങ്ങാം കേട്ടോ. ഇത് ഞാൻ എന്തായാലും അവർക്ക് റെഫർ ചെയ്യും. ഇതിൻ്റെയൊക്കെ ഗോൾഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കത്ത് റേറ്റ് അറിയാലോ, ഗോൾഡിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വാങ്ങാനൊന്നും പറ്റത്തില്ല. പെട്ടെന്നൊന്നും പാലക്ക മാലയെന്നോ അല്ലെങ്കിൽ തന്നെ ഗോൾഡ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അത് വാങ്ങിയിട്ട് പിന്നെ ഒരു പണയം വെക്കാനോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിൽക്കാനോ ഒക്കെ പോകുന്ന ടൈമിൽ ഭയങ്കര നഷ്ടമായി പോകും. കാര്യം അതിനകത്തുള്ള ആ ഒരു പച്ച ആ ഒരു പിങ്ക് കല്ലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇളക്കി കളഞ്ഞിട്ട് അവർ എമൗണ്ട് തരത്തുള്ളൂ. പക്ഷേ അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് പാലക്ക മാലയെന്ന് ഒരിക്കലും ഗോൾഡ് വാങ്ങരുത്. മാക്സിമം നമ്മൾ ഇതുപോലത്തെ ആൻറ്റിക് ജ്വല്ലറീസ് വാങ്ങുന്നതാണ് നല്ലത്. എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞങ്ങൾക്ക് വലിയൊരു അടി ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഇത് വാങ്ങിയപ്പോൾ കിട്ടിയായിരുന്നു. പോട്ടെ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മാലയാണ്. ഈ ഒരു മാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ, അപ്പോൾ അവർ മേ ബി കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ ജ്വല്ലറി ഹോൾ ചെയ്ത സമയത്ത് വാങ്ങിയ മാലയാണ്. ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇതിൻ്റെ കൂടെ വേറൊരു മാലയും കൂടി ഉണ്ട്. രണ്ടും കൂടി ഞാൻ പെയറായിട്ടാണ് വാങ്ങിയത്. ഇപ്പോഴും ഇത് മീഷോയിൽ അവൈലബിൾ ആണ്. ആക്ച്വലി ഇതുണ്ടല്ലോ
കളർ ഞാനിത് എനിക്ക് തോന്നുന്നു കുറച്ച് ഷൂട്ടിനും ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു 3-4 ഷൂട്ടിനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെയും കളർ ഫെയ്ഡായിട്ടും തോന്നിയിട്ടില്ല, അതിൻ്റെ ആ ഒരു ഭംഗിയും മാറിയിട്ടില്ല. ഇതിന്റെ റേറ്റും എനിക്കൊന്ന് 100 സംതിങ് രൂപയുള്ളൂ. ഞാൻ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുത്തേക്കാം. ഇന്ന് ഞാൻ കാണിച്ച 6 മാലയിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ മാല ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. കൗണ്ട് കമന്റ് ചെയ്താൽ മതി, 1 2 3 4 5 6 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അത്രേ ഉള്ളൂ. ബൈ.